ഹാലലുയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം അതിൻ്റെ 55 5-ാം വാക്യം. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഭയവും വിറയലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണം നമ്മുടെ ഹൃദയം വേദനപ്പെടുന്നത് കൊണ്ടാണ്. നമ്മൾ എന്തിനെയൊക്കെ ഭയക്കുന്ന അനുഭവം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയവും വിറയലും ഒക്കെ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 55. അതിൻ്റെ 4-5 വാക്യങ്ങൾ. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു. ഈ പ്രോഗ്രാം കാണുമ്പോൾ ഹൃദയ വേദനപ്പെട്ടിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ, എല്ലാ ഭാരം വെച്ചാൽ ആകുലപ്പെടുന്ന, ഹൃദയവേദനയാൽ തകർന്നിരിക്കുന്ന അനേക സഹോദരിമാർ, മാതാപിതാക്കൾ, പിതാക്കന്മാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. എന്നാൽ അവരോട് ഇന്നൊരു സന്ദേശം പറയുവാനുള്ളത്, നിൻ്റെ ഹൃദയവേദനകളെ അറിയുന്ന ഒരു നല്ല സ്വർഗസ്ഥനായ പിതാവുണ്ട്. അതെ, പലപ്പോഴും നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചാൽ അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു. ഹൃദയവേദനയോടെ ഇരിക്കുന്ന കുറ്റജീവിതമേ, നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ, നീ ഏത് വിഷയത്തിനെ മേൽ ഭാരപ്പെടുന്നുവോ, ഈ സ്വർഗം അറിയുന്ന, നിന്നെ വീക്ഷിക്കുന്ന, നിന്നെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേദനപ്പെടുന്ന അനുഭവം, തകരുന്ന അനുഭവം, ഒരുപക്ഷെ നമ്മുടെ കുടുംബ വിഷയത്തിൽ നാം ഭാരപ്പെടുന്നവരായിരിക്കാം, മക്കളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവരായിരിക്കാം. അതെ, മക്കളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു ഹാഗറിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 14 മുതൽ നമുക്ക് 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിൻ്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുകാട്ടിൻ തണലിൽ ഇട്ടു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഒരു ഭാര്യയെ സംബന്ധിച്ചോളം തന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന, തന്നെ പരിപാലിക്കേണ്ട, തന്നെ മരണ അവസാനം വരെ നോക്കേണ്ട തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുകയാണ്. തന്നെ അവിടുന്ന് പുറത്താക്കുന്ന അനുഭവം ഒരു മാതാവിനെ സംബന്ധിച്ചോളം അത് ഹൃദയവേദന ഉണ്ടാക്കുന്ന അനുഭവമാണ്. ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക കുടുംബങ്ങൾക്ക് ഹൃദയവേദനയോടെ ഹാഗറിനെ പോലെ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അതവരുടെ ജീവിതത്തിൽ ഹൃദയം മുറുങ്ങിയിരിക്കുന്ന, ഹൃദയം വേദനപ്പെടുന്ന അനുഭവമാണ്. എന്നാൽ നീ ഇന്ന് ദൈവത്തിൽ ആശ്രയം വെച്ച, നിൻ്റെ ഹൃദയവേദനകളെ മാറ്റുന്ന, നിൻ്റെ ഈ മരുഭൂമി അവസ്ഥകളെ മാറ്റുന്ന
നീ ഏത് വിഷയത്തിൻ്റെ മേൽ അഭിമുഖീകരിക്കുന്നുവോ, ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ, ഏത് വിഷയത്തിൻ്റെ മേൽ ഹൃദയ വേദനപ്പെടുന്നുവോ, നീ യേശുവിൽ ആശ്രയം വെച്ചാൽ നിശ്ചയമായി നിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചകളെ മാറ്റുന്ന ദൈവമാണ്. നീ ഏത് വിഷയത്തിൻ്റെ മേൽ അഭിമുഖീകരിക്കുന്നുവോ, ഹാഗറിനെ പോലെ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ പിതാവേ, പ്രിയ സഹോദര, നീ ബിസിനസ് തകർച്ചയാണോ, നീ രോഗാവസ്ഥയാണോ, അതല്ല കടഭാരമാണോ, ഏതവസ്ഥയിലൂടെ അത് എനിക്ക് മൂവ് ചെയ്യുവാൻ പറ്റുന്നില്ലെന്ന് ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങൾ, അനേക സഹോദരിമാർ, പിതാക്കന്മാർ ബിസിനസ് തകർച്ചയിലെ ഹൃദയവേദനയാലിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ആവശ്യത്തിൻ്റെ മേൽ നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ, ഹാഗറിൻ്റെ ജീവിതത്തിൽ ആ മരുഭൂമിയിൽ അത്ഭുതം ചെയ്ത ദൈവം നിൻ്റെ ജീവിതത്തിലും അവൻ ഇന്ന് പ്രവർത്തിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. നീ വിശ്വസിച്ചാൽ നീ അഭിമുഖീകരിക്കുന്ന നിൻ്റെ ഹൃദയവേദനയുടെ അവസ്ഥകളെ അറിയുന്ന ഒരു നല്ല സ്വർഗസ്ഥനായ പിതാവുണ്ട്. അവൻ ഇന്ന് നിനക്കായി പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്നു. അപ്പം ഒരു അമ്മയെ സംബന്ധിച്ചോളം ഹൃദയവേദന ഉണ്ടാകുന്ന അനുഭവമാണ്. തൻ്റെ മകനെ ഉപേക്ഷിക്കുവാൻ കാരണം തൻ്റെ കയ്യിലിരുന്ന ജലം തീർന്നു പോയി. ഒരുപക്ഷെ ആ കുഞ്ഞിന് ആഹാരം കൊടുക്കുവാനില്ല. ഒരു മാതാവിനെ സംബന്ധിച്ചോളം തൻ്റെ മകൻ്റെ മരണം കാണുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കുന്നതിന് അപ്പുറമായാണ്. ഹാഗറിൻ്റെ ജീവിതത്തിൽ അതായിരുന്നു. വളരെ ഹൃദയം നുറുങ്ങിയ വേദന, ഹൃദയം തകർന്ന വേദന, മരണഭീതി, ഭയപ്പെടുന്ന അനുഭവം. ഇന്ന് ഹാഗറിനെ പോലെ ഭയപ്പെടുന്ന അനേക കുടുംബ മണ്ഡലങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. സഹോദരിമാർ, മാതാപിതാക്കൾ, പിതാക്കന്മാർ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരി, മാതാവേ, മകനെ, ഹാഗറിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവം, മരുഭൂമിയുടെ അവസ്ഥയിലെ നീരുറവകളെ തുറന്ന ദൈവം ഇന്ന് നീ വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിലും നീ ഹൃദയം നുറുകി വേദനപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിൻ്റെ മേൽ എൻ്റെ ദൈവം ഇന്ന് ചില നീരുറവകളെ തുറന്നിരിക്കുകയാണ്. അത് കടഭാരമായിരിക്കാം, അതിൻ്റെ മേൽ ദൈവം നിനക്ക് നീരുറവ തുറന്നിരിക്കുകയാണ്. അത് രോഗാവസ്ഥയായിരിക്കാം, അത് ബിസിനസ് തകർച്ചയായിരിക്കാം. അവിടെല്ലാം ദൈവം നിനക്കായി ഇന്ന് പുതിയ ഒരു നീരുറവ തുറന്നിരിക്കുകയാണ്. പ്രവചന ആത്മാവിൽ കൽപ്പിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. കുടുംബ തകർച്ചയായിരിക്കാം, മക്കളില്ലാത്ത അവസ്ഥയായിരിക്കാം, മക്കളെ നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ മകനെപ്പറ്റി ആകുലപ്പെടുന്ന മാതാവായിരിക്കാം, മകളെപ്പറ്റി ആകുലപ്പെടുന്ന മാതാവായിരിക്കാം. നീ ദൈവത്തിൽ വിശ്വസിക്കുക. ഇന്ന് കർത്താവ് നീ ഏതു വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ, ഹാഗറുടെ ജീവിതത്തിൽ നീരുറവെ തുറന്ന ദൈവം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അവൻ നീരുറവകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്നു. ഉറക്കെ കരഞ്ഞു. ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തിൽ നിന്നും ഹാഗറിനെ വിളിച്ചു. അവളോട്, ഹാഗറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ നിലവിളിക്കുന്ന വ്യക്തിയാണോ? ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്നയാണോ? ഹൃദയവേദനപ്പെടുന്ന വ്യക്തിയാണോ? എന്നാൽ എൻ്റെ ദൈവം നിനക്കായി, നിനക്ക് വേണ്ടി അവൻ തൻ്റെ ദൂതനെ അയച്ച് ഇന്ന് നീ ഏതു വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ, നീ ഏത് വിഷയത്തിൽ നിലവിളിക്കുന്നുവോ, നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ, അതിൻ്റെ മേൽ അവൻ ഇന്ന് അത്ഭുതങ്ങളെ, പുതുവഴികൾ, പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും.
അവളോട്, ഹാഗറെ, നിനക്കെന്ത്, ഭയപ്പെടേണ്ട, ബാലനിരിക്കുന്നിടത്ത് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഹാഗറിൻ്റെ ജീവിതത്തിൽ മരുഭൂമി അവസ്ഥയായിരുന്നു. ഒന്ന്, ഹാഗർ ഉപേക്ഷിക്കപ്പെട്ട തൻ്റെ ഭർത്താവിനാൽ തൻ്റെ ഭർത്തൃഭവനത്തിൽ നിന്നും ഇറക്കപ്പെട്ട അനുഭവം, ഹൃദയവേദന. 2, തൻ്റെ കുഞ്ഞിനെ ഓർത്തുള്ള വേദന. 3, മരുഭൂമിയുടെ അനുഭവം. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു ഹാഗറിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഹാഗറിനെ പോലെ എങ്ങോട്ട് യാത്ര ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് നിരാശപ്പെടുന്ന അനേക സഹോദരിമാരുണ്ട്. പല ഭാരത്താൽ ഹാഗറിനെ പോലെ മക്കളില്ലാതെ, മക്കളെപ്പറ്റി ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. മക്കളില്ലാത്ത ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. എന്നാൽ ഹാഗറിൻ്റെ ജീവിതത്തിൽ മരുഭൂമിയിൽ അത്ഭുതം ചെയ്ത ദൈവം ഇന്ന് നിനക്കായി ഒരു നീരുറവ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 55:4, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭവം എന്നെ മൂടിയിരിക്കുന്നു. അപ്പോൾ ഭയവും വിറയലും നമ്മെ പിടിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം വേദനപ്പെട്ടെങ്കിൽ മാത്രമേ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ ഒന്ന് ഭയവും വിറയലും, ഭയം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ഒന്ന് നിൻ്റെ ഹൃദയം വേദനപ്പെടണം. വിറയലുണ്ടാകണമെങ്കിൽ എങ്ങോട്ട് യാത്ര ചെയ്യണമെന്നറിയാത്ത ഒരു അസ്വസ്ഥത അവസ്ഥ, എങ്ങോട്ട് യാത്ര ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ആകുലപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിറയലിൻ്റെ അനുഭവം ഉണ്ടാകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിറയലിൻ്റെ അനുഭവമുണ്ടാകും, പരിഭവമുണ്ടാകും. എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എങ്ങനെ യാത്ര ചെയ്യുമെന്നുള്ള പരിഭവം. ഇന്ന് പരിഭവപ്പെടുന്ന എല്ലാ കുടുംബ ജീവിതത്തിൻ്റെ മേൽ സ്വർഗം ഇന്ന് നീരുറവകളെ തുറന്നിരിക്കുകയാണ്. ഹാഗറിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവം ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭവം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേ, സ്വർഗപിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. കേട്ട വചനത്തിനായി നന്ദി പറയും. അനേകരുടെ ജീവിതത്തിൽ ഇത് അത്ഭുതകരമായി മാറട്ടെ. അനേക കുടുംബങ്ങൾ ഇന്ന് കർത്താവേ, നീ നീരുറവകളെ, പുതുവഴികൾ, പുതുവാതിലുകളെ തുറന്നതിന് ഇന്ന് ഏതെല്ലാം വിഷയത്തിൻ്റെ ഹൃദയവേദനപ്പെട്ട് നിലവിളിക്കുന്നു അവർക്കെല്ലാം കർത്താവേ, നീ നീരുറവകളെ, പുതുവഴികളെ, പുതിയ വാതിലുകളെ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കേട്ട എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ഭയത്തിൻ്റെ അനുഭവങ്ങൾ കുടുംബ മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ.